ചന്ദ്ര എന്ന് പറയുന്ന സൂപ്പർ ഹീറോ ആരാണ്, എന്താണ്, ഹോളിവുഡ് സിനിമകളൊക്കെ ചെയ്യുന്ന ഒരു ഇതുണ്ട്, അവരുടെ ഒരു മിത്തും. ഇനി പ്രധാനപ്പെട്ട ചോദ്യം, ഈ മൂവി കാണണോ വേണ്ടയോ എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ, അരുൺ എന്ന് പറയുന്ന ഡയറക്ടർ ആൻഡ് റൈറ്റർ, എന്റെ പൊന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു പൊട്ടൻഷ്യൽ കാണുന്ന ഒരു ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന സിനിമയെ പറ്റിയിട്ടുള്ള വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അധികം വൈകിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നമ്മുടെ നാടൻ പഴങ്കഥകൾ ഉണ്ടാവുമല്ലോ, ആ പഴങ്കഥകളെല്ലാം ഹോളിവുഡ് സിനിമകളൊക്കെ ചെയ്യുന്ന ഒരു ഇതുണ്ട്, അവരുടെ ഒരു മിത്തും ഫിക്ഷൻസും എല്ലാം, ബുക്കിലുള്ള ഫിക്ഷൻസും എല്ലാം കൊണ്ട് റിയാലിറ്റിയിലേക്ക് വരുന്ന രീതിയിൽ കാണിക്കുന്ന കുറെ സംഭവങ്ങളൊക്കെയാണ് ഈ സിനിമയിൽ നമ്മുടെ മലയാളത്തിൽ, കൊച്ചു കേരളത്തിൽ ഉള്ള ഫിലിം ഇൻഡസ്ട്രി ചെയ്യാൻ നോക്കിയിരിക്കുന്നത്. അതിൽ ഇവര് നല്ല രീതിയിൽ സക്സസ് ആയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ നമ്മൾ കേട്ട് മറന്ന, അല്ലെങ്കിൽ നമ്മുടെ മുത്തശ്ശിമാര് നമുക്ക് പറഞ്ഞു തന്ന കുറെ പഴങ്കഥകളെ ആസ്പദമാക്കിയിട്ട് അതിനെ വെച്ചിട്ടൊരു സൂപ്പർ ഹീറോ മൂവീസ് ആണ് ഇത്. മൊത്തത്തിലുള്ള ഒരു ചെറിയൊരു സമ്മറി പറയുകയാണെങ്കിൽ, ചന്ദ്ര എന്ന് പറയുന്ന സൂപ്പർ ഹീറോ ആരാണ്, എന്താണ് എന്നുള്ളതൊക്കെയാണ് ഈ സിനിമയിൽ പറഞ്ഞു വരുന്നത്. അതിന്റെ ഒപ്പം തന്നെ ഈ നമ്മുടെ മൊത്തത്തിലുള്ള MCUവിന്റെ, അല്ലെങ്കിൽ ഈ സിനിമാറ്റിക് യൂണിവേഴ്സ്, ലോക എന്ന് പറയുന്ന സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ഒരു ഡെവലപ്മെന്റുമാണ് ഈ സിനിമയിൽ മൊത്തത്തിൽ വരുന്നത്. ഞാൻ കൂടുതൽ ഇതിന്റെ സമ്മറി പറഞ്ഞ് ഒരുപാട് സ്പോയിൽ ഒന്നും ചെയ്യുന്നില്ല. ഒരു സാധാരണ സൂപ്പർ ഹീറോ മൂവി അല്ല ഈ സിനിമ. ലോക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ MCU ഒക്കെ പോലെ ഒരു പുതിയൊരു സിനിമാറ്റിക് യൂണിവേഴ്സിന് ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ ഒരു ആരംഭമായിട്ടാണ്, അതിന്റെ ചാപ്റ്റർ 1 ആയിട്ടാണ് ഈ ഒരു സിനിമ വന്നിരിക്കുന്നത്. ബാക്കി നിങ്ങൾ സ്ക്രീനിൽ കണ്ട് മനസ്സിലാക്കുന്നതായിരിക്കും നല്ലത്. എന്താണ് ഈ സിനിമ എന്നൊക്കെ ഉള്ളത് സ്ക്രീനിൽ കാണുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. ഞാൻ പറഞ്ഞതിനെ ബോറാക്കുന്നില്ല. ഇപ്പൊ ഇതുപോലുള്ള മൂവി റിലേറ്റഡ് റിവ്യൂസിനായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്റെ വീഡിയോസ് കാണുന്ന മിക്ക ആളുകളും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറില്ല. അപ്പൊ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ ആണ് നമുക്കൊരു മോട്ടിവേഷൻ. അതുപോലെ തന്നെ എന്റെ ചാനൽ വളരുക എന്ന് പറയുന്നത് എൻ്റെ ഒരു പേഴ്സണൽ ആവശ്യമായതുകൊണ്ട് ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ആവശ്യപ്പെടുകയാണ്. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പ്രധാനപ്പെട്ട ചോദ്യം, ഈ മൂവി കാണണോ വേണ്ടയോ എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു നല്ല മലയാളം ഫാന്റസി മൂവി കാണണം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തായാലും ഈ സിനിമ കണ്ടിരിക്കണം. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. രണ്ടാമത്തെ റീസൺ ഈ സിനിമ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഫിലിം മേക്കേഴ്സ് ഒരുപാട് എഫേർട്ട് ഇതിലിട്ടിട്ടുണ്ട്. അത് നമുക്ക് ഈ സിനിമയിൽ കാണാനുമുണ്ട്. സോ ആ ഒരു എഫേർട്ടിന് വേണ്ടിയെങ്കിലും നമ്മൾ ഈ സിനിമ കണ്ടിരിക്കണം. അത്രത്തോളം നല്ല രീതിയിൽ അവർ മേക്കിംഗ് ആണെങ്കിലും, അതിന്റെ ആർട്ട് ആണെങ്കിലും, ആർട്ട് ഡയറക്ഷൻ ആണെങ്കിലും, അങ്ങനെ കുറെ കാര്യങ്ങൾ, അതിന് ഡീറ്റെയിൽ ആയിട്ട് ടെക്നിക്കൽ സൈഡ് പറയുമ്പോൾ പറയാം. ടെക്നിക്കൽ സൈഡായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, കാസ്റ്റിങ്ങിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ കിടുക്കാച്ചി കാസ്റ്റിംഗ് ആണ്. എന്റെ പൊന്നു, നിങ്ങൾ ആ തിയേറ്ററിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ മലയാള സിനിമയിലുള്ള ഒട്ടുമിക്ക ആൾക്കാരും ഇതിലുണ്ട്. അത് കുറെയൊക്കെ ക്യാമിയോസ് ആണ്, കുറെയൊക്കെ ഇൻഡെപ്ത് സീനുകളുണ്ട്, ഒരുപാട് പോസ്റ്റ് ക്രെഡിറ്റ് സീനുകളുണ്ട്. ഞാൻ മുൻകൂട്ടി തന്നെ പറയണം, ആ പോസ്റ്റ് ക്രെഡിറ്റ് സീനുകൾ മിസ്സാക്കരുത്. ഞാനൊരു പകുതി സീൻ മിസ്സാക്കി തിയേറ്ററിൽ നിന്ന് വെളിയിൽ ഇറങ്ങിയിട്ട് പിന്നെ ഉള്ളിൽ കയറി വന്നിട്ട് കാണേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സിനിമ എഴുതി കാണിച്ചെങ്കിലും ഒരു ക്രെഡിറ്റ് സീന് കഴിഞ്ഞിട്ട് വേറൊരു ക്രെഡിറ്റ് സീൻ ഏറ്റവും എൻഡിലുണ്ട്. ഈ 2 ക്രെഡിറ്റ് സീനുകളും കാണുക. 2 ക്രെഡിറ്റ് സീനുകളും ഒരു എന്താ പറയാ, വേറെ എക്സ്പീരിയൻസ് ആണ്. അപ്പൊ അത് കണ്ടിട്ട് മാത്രം വെളിയിൽ ഇറങ്ങിയാൽ മതി. സ്പെഷ്യൽ മെൻഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ നെൽസൺ, അതുപോലെ തന്നെ കല്യാണി പ്രദർശനൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചന്തു സലീം കുമാറൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കോമഡി ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ കോമഡിയും മിക്സ് ചെയ്തിട്ടുള്ള ഒരു നല്ലൊരു സ്ക്രിപ്റ്റ് ആണ്. നമുക്ക് അത്യാവശ്യം എന്റർടൈനിങ് ആണും എൻഗേജിങ് ആയിട്ടുള്ള സീൻസുകളും ആക്ഷനും എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഫിലിമാണിത്. പിന്നെ റൈറ്റിങ്ങും ഡയറക്ഷനും എനിക്ക് സത്യം പറഞ്ഞാൽ അരുൺ ഡൊമിനിക്, അഥവാ ഡൊമിനിക് അരുൺ എന്ന് പറയുന്ന ഡയറക്ടർ ആൻഡ് റൈറ്റർ, എന്റെ പൊന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു പൊട്ടൻഷ്യൽ കാണുന്ന ഒരു ഡയറക്ടർ കം റൈറ്റർ ആണ്. കാരണം പുള്ളിക്ക് ഒരു വിഷൻ ഉണ്ട്. ആ വിഷൻ നമുക്ക് ഈ സിനിമയിൽ പക്കയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഐ ഹോപ്പ് ആ പുള്ളിക്കാരൻ അതിൽ നല്ല രീതിയിൽ സക്സസ് ആയിട്ട് നമ്മുടെ ലൊക്കേഷനെയൊക്കെ പോലെ ഒരു നല്ലൊരു യൂണിവേഴ്സ് ഉണ്ടാക്കാൻ പറ്റട്ടെ. ഈ ലോക എന്ന് പറയുന്ന യൂണിവേഴ്സ് ഇനിയും ഡെവലപ്പായി വരാൻ
പറ്റട്ടെ. വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിന്റെ അല്ലെങ്കിൽ മലയാള സിനിമയ്ക്കൊരു ഫ്രാഞ്ചൈസി നല്ല രീതിയിലുള്ളൊരു പൊട്ടൻഷ്യൽ ഉണ്ട്. ആ പൊട്ടൻഷ്യൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പൊട്ടൻഷ്യൽ ആയിട്ട് എനിക്ക് കണ്ടപ്പോൾ ഈ ഒരു സിനിമയിലുള്ള അവരുടെ ബിൽഡപ്പും എല്ലാ സെറ്റപ്സും കണ്ടപ്പോൾ തോന്നി. ബട്ട് ഇനിയുള്ള ഇതിന്റെ ഫർദർ ഈ ഫ്രാഞ്ചൈസിനെ ഈ അരുൺ ഡൊമിനിക് എന്ന് പറയുന്ന ഡയറക്ടർ എങ്ങോട്ട് കൊണ്ടുപോകുന്നു എന്നനുസരിച്ചിരിക്കും ഈ ഫ്രാഞ്ചൈസിന്റെ മൊത്തത്തിലുള്ള ഔട്ട്കം. പുള്ളിക്കാരൻ ഇതെല്ലാം ഫസ്റ്റ് തന്നെ പ്ലാൻ ഔട്ട് ചെയ്തിട്ട് ഇത് എക്സിക്യൂട്ട് ചെയ്യുകയാണ്, പ്ലാൻ ചെയ്ത് സ്ലോ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഔട്ട്കം ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷെ എന്തായാലും ഞാൻ ഇതിന്റെ ബാക്കിയുള്ള ഫോളോ അപ്പ് ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. നല്ല രീതിയിൽ ഉള്ള ഒരു ഫ്രാഞ്ചൈസ് ആണിത്. ഒരു ഫിലിമിനെ മൊത്തത്തിൽ നല്ല രീതിയിലാക്കുന്നതിലെല്ലാം ഈനിച്ചന്റെ ഇൻഡിവിജ്വൽ ഘടകങ്ങളും എല്ലാം ചേർന്നിട്ടുള്ള ഒരു സാധനമായിരിക്കും ആ സിനിമയെ മൊത്തത്തിൽ വിജയിപ്പിക്കുക. അങ്ങനെ നോക്കുമ്പോൾ ഇതിലെ മ്യൂസിക് ആണെങ്കിലും അതുപോലെ തന്നെ സ്പെഷ്യൽ എഫക്ട്സുകൾ, ഒരു 2-3 നല്ല നല്ല ട്രാൻസിഷൻസുകൾ ഉണ്ട്. ആ ട്രാൻസിഷനുകളൊക്കെ അത്യാവശ്യം എന്താ പറയാ, ഒരു ഡിഫറെന്റ് എന്നാ നമ്മൾ മുമ്പ് കാണാത്ത രീതിയിലുള്ള കുറച്ച് ട്രാൻസിഷനുകൾ, മാച്ച് കട്ട് എന്ന് വേണമെങ്കിൽ പറയാം. ആ മാച്ച് കട്ടുകളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പൊ എഡിറ്റിംഗ് ആണെങ്കിലും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലുള്ള മൈനർ വിഷ്വൽ എഫക്ട്സ്, ഒരു സൂപ്പർ ഹീറോ മൂവി എന്ന് പറയുമ്പോൾ തന്നെ ചെറിയ ചെറിയ വിഷ്വൽ എഫക്ട്സ് ഉണ്ടാവും. അതൊക്കെ ഒരു ഓവർ ആക്കാതെ നല്ല രീതിയിൽ ആ ഒരു വിഷ്വൽ അപ്പീലിങ്ങോടുകൂടെ തന്നെ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ഈ ഒരു ഫിലിമിൽ നിന്ന് പുറത്തേക്ക് വരാത്ത രീതിയിൽ, അതായത് പെട്ടെന്ന് ഈ ചില ബാഡ് VFX ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ ആ കഥയിൽ നിന്ന് പുറത്തേക്ക് വരും, അങ്ങനെയൊന്നും ഇല്ലാതെ തന്നെ ആ കഥയ്ക്ക് വേണ്ട രീതിയിലുള്ള മൈനർ VFXകളൊക്കെ ചെയ്തിട്ടുണ്ട്. ആൻഡ് നമ്മുടെ മലയാള സിനിമയുടെ ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് അവരത് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആർട്ടിനെ പറ്റി പറയാതിരിക്കാൻ വയ്യ. പൊതുവെ നമ്മൾ മലയാള സിനിമയിൽ സൈഫൈ അല്ലെങ്കിൽ ഫാന്റസി അങ്ങനെയുള്ളതൊക്കെ എടുക്കുമ്പോൾ പാളി പോകുന്നതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് അതിലെ ആർട്ട് ഡയറക്ഷനാണ്. നമുക്ക് ആ സെറ്റ് കാണുമ്പോൾ തന്നെ അറിയാം ഇത് സെറ്റാണ് എന്നുള്ളത്. ആ ഒരു എലമെന്റ് ഇതിലേക്ക് വരാത്ത രീതിയിൽ, അതായത് അല്ല അടിപൊളിയായിട്ട് സെറ്റ് വർക്ക് ആണെങ്കിലും ചില സ്ഥലങ്ങളിൽ ഈ VFXും ചില സ്ഥലങ്ങളിൽ സെറ്റ് ഇട്ടത് മാത്രം ഒരു 1-2 സീനിലുള്ള ആ ഒരു സംഭവം, അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ആ ഒരു സീൻ ഏതാണെന്ന് മനസ്സിലാവും. 2-3 സീൻ, ഒരു ഫോൺ കോളിന്റെ ഒരു സീനൊക്കെ വരുന്നൊരു ഇതുണ്ട്. അപ്പൊ ആ ഒരു 2-3 സീന് ഉള്ള ആ ഒരു പ്ലേസ് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ സ്ഥലങ്ങളും അത്യാവശ്യം ഗംഭീരമായിട്ടുള്ള സെറ്റ് വർക്കും ആർട്ട് വർക്കും ഒക്കെ ആണ്. കിടിലൻ ആയിട്ട് നമ്മുടെ വേൾഡ് ക്ലാസ് ലെവലിലുള്ള സിനിമകളുടെ അതേ പ്രൊഡക്ഷൻ ക്വാളിറ്റിയിലുള്ള ആർട്ട് വർക്ക് ആയിട്ട് എനിക്കിതിൽ തോന്നി. ഈ സിനിമയുടെ ആർട്ട് വർക്ക് ചെയ്തിരിക്കുന്നത് ജിത്തു സെബാസ്റ്റ്യൻ ആണ്. പുള്ളിക്കാരനൊരു സ്പെഷ്യൽ മെൻഷൻസ്, സൂപ്പർ വർക്ക് കിടു. അതിൽ ആ ആർട്ട് വർക്ക് ചെയ്യാൻ പിന്നണിയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എൻ്റെ ഒരു എന്താ പറയാ, ഇതുപോലെയുള്ള നല്ല വർക്കുകൾ വരട്ടെ. ഞാൻ ഈ സിനിമ സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. ഹാളിൽ കയറി ഇത് മാത്രമേ നമുക്ക് അറിയുള്ളൂ. പക്ക ആദ്യത്തെ കുറച്ച് ഇൻട്രൊഡക്ഷൻ സീൻസ് ഒരു 10 മിനിറ്റ് ഒക്കെ ചെറിയൊരു സ്ലോ ആയിട്ടായിരിക്കും പടം പോവുക. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് ഒരു പിടുത്തമാണ്. അത് പിന്നെ നമ്മൾ ഇന്റർവെൽ ആവുന്നത് അറിയുള്ളൂ. ഇന്റർവെൽ കഴിഞ്ഞ് കയറുന്നു, ഇന്റർവെൽ കഴിഞ്ഞ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പടം അവസാനിക്കുന്നത്. പിന്നെ എൻ്റെ ഒരു ഇത് ഏതൊക്കെ ടൈപ്പ് ഓഡിയൻസിന് അപ്പീലിംഗ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പക്ക ഒരു ഫാന്റസി എക്സ്പീരിയൻസ് ഇഷ്ടമാവുന്ന ഒരാൾക്കും കണ്ടിരിക്കാവുന്ന ഒരു സിനിമയാണ്. നിങ്ങൾ രോമാഞ്ചം അങ്ങനെയുള്ള സിനിമകളൊക്കെ അത്യാവശ്യം എൻഗേജിങ് ആയിട്ട് നിങ്ങൾക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ സിനിമ നിങ്ങൾക്ക് എന്തായാലും ആ രോമാഞ്ചം ഇഷ്ടമായതിനേക്കാൾ കൂടുതൽ ഇഷ്ടമാവുന്ന ഒരു സിനിമയാണ്. പിന്നെ അതിൽ ലൈറ്റ് സൂപ്പർ ഹീറോ ടച്ചും ഉണ്ട്. അപ്പോൾ എല്ലാം ആ ഒരു ഫാന്റസി ലെവലാണ്. ഇവിടെ നമ്മൾ ലോജിക്ക് മൈൻഡിലൊക്കെ ചിന്തിച്ച് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ റിയാലിറ്റി അതൊന്നുമില്ല, ഇത് ഫാന്റസിയാണ്. ആ ഫാന്റസീനെ ഫാന്റസി ആയിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് സിനിമ കാണാൻ പറ്റുന്ന ഏതൊരു പ്രേക്ഷകനും ഇത് എൻജോയബിൾ ആണ്. അപ്പൊ എല്ലാവരും മൂവി കണ്ട് എൻജോയ് ചെയ്യുക. നിങ്ങളുടെ ഈ മൂവിയെ പറ്റിയിട്ടുള്ള അഭിപ്രായം കമന്റ് ചെയ്യുക. അത് മറ്റുള്ളവർക്ക് ഈ മൂവിയുടെ ഒരു സജഷൻ അല്ലെങ്കിൽ അവർക്ക് ഈ മൂവി കാണണോ വേണ്ടയോ എന്നുള്ളതിനൊക്കെയുള്ള ഒരു അഭിപ്രായമായിട്ട് അവരെടുക്കും. ഇതുപോലുള്ള മൂവി റിലേറ്റഡ് കണ്ടന്റുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ ഗൈസ്. അപ്പോൾ ഓണമൊക്കെ വരികയാണ്, എല്ലാവരും ഓണം അടിച്ചു പൊളിക്കുക. ഓണത്തിന് അത്യാവശ്യം നല്ല സിനിമകൾ ഇറങ്ങുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഈ
അടുത്ത് റിവ്യൂ ചെയ്ത പോലെ ഹൃദയപൂർവ്വം എന്ന് പറയുന്ന സിനിമയും ഞാൻ റിവ്യൂ ചെയ്യുന്നുണ്ട്. ആ റിവ്യൂവും കൂടെ ഈ ചാനലിന്റെ റെക്കമെൻഡേഷനിൽ വരുന്നതായിരിക്കും ഈ വീഡിയോന്റെ എൻഡിൽ. അപ്പൊ അതും കൂടെ എടുത്ത് കണ്ടു നോക്കുക. അപ്പൊ ഓണം സിനിമ കാണാൻ പോകുന്നവരാണെങ്കിൽ ഇഷ്ടം പോലെ നല്ല സിനിമകളുണ്ട്, കണ്ട് എൻജോയ് ചെയ്യുക. ആൻഡ് എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം കൂടെ ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ ബൈ ഗൈസ്.